കൊള്ളാം കേട്ടോ. എന്ത്? ഡാൻസും പിന്നെ ഡാൻസ് ആടുന്ന ആളും പിന്നെ ഈ കാന്താരി മുളകും. പോടാ വാ മോളെ. അങ്ങനെ അങ്ങ് പോയാലോ? അഭിനന്ദിക്കുന്ന നല്ല മനസ്സുണ്ടല്ലേ, ഒരു മറുപടി പോലും പറയാതെ. നന്ദി. അങ്ങനെ ഒരു വെറും വാക്കിൽ ഒതുക്കാനുള്ളതാണോ നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം? ഹേയ്, ഒരിക്കലും അല്ല. പെരുമാറ്റത്തിൽ മതിപ്പുളവാകുമ്പോ മനുഷ്യനാ പരിചയം തുടരും. അതില്ലാതായ പുച്ഛിക്കും. അതെ, അങ്ങനെ അങ്ങ് നെകളിച്ച് വിലസാമെന്നൊന്നും കരുതണ്ട. എന്തിനങ്ങനെ കരുതണം? വാടാ, കരുതേണ്ടത് എന്താണെന്ന് ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ
അക്ക കരയല്ലേ അക്ക? നമുക്കിനി കരയാനാ മോനെ വിധി. ഇനി നമുക്ക് ആരാ അക്ക ഉള്ളത്? നമുക്ക് ഈ കൂടാരങ്ങളിൽ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നാലും ഈ വലിയ ലോകത്തില് അക്കായിക്ക് സ്വന്തമായിട്ട് മോനക്കായി മാത്രമേ ഉള്ളൂ. മുല്ല, ഞങ്ങളിനി എന്ത് ചെയ്യും? ജീവിച്ച് കാണിക്കണം. തളരരുത്. നമ്മൾ എന്ത് സംഭവിച്ചാലും തളരാൻ പാടില്ല. ഈ ലോകത്ത് നമ്മളെ മനസ്സിലാക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മളത് ആശിക്കുകയും വേണ്ട. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാലും പതരാൻ പാടില്ല. ദാ ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കിയേ. പകല് മുഴുവൻ അതിനെ കാണാൻ പറ്റില്ല. പക്ഷേ രാത്രി അത് തെളിയും. അവിടെ നിന്ന് നിന്റെ അപ്പ കാണുമ്പോ അപ്പുനെ നമ്മൾ നന്നായി വളർത്തി കാണിക്കണം. മോൾ അവനെ വിളിക്ക. ഞാൻ കുറച്ച് കഞ്ഞി കൊടുക്കട്ടെ. വാ, കഞ്ഞി കുടിക്ക. ദാ അണ്ണ മുല്ലക്ക. 2 ദിവസം അവളെ വിളിക്കണ്ട, നമ്മൾ മതി. എന്നാലും ഒന്ന് പറയണ്ടേ? മുല്ല, അപ്പു, ഞങ്ങളിറങ്ങാ. നീ 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. കിട്ടുന്നത് എന്താന്ന് വെച്ചാ ഞാൻ വൈകുന്നേരം കൊണ്ടുതരാം. ഇല്ല ശെൽവണ്ണ, ഇനി ഒരിക്കലും ഞാനില്ല. എന്റെ അപ്പനില്ലാതെ എനിക്ക് ആടാനും പാടാനും ഒന്നും കഴിയില്ല. അതെന്താ അങ്ങനെ? അപ്പൊ ജീവിക്കണ്ടേ? ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്തോളാം. അപ്പോ ഞാനെന്നെ കയറി നടക്കുമ്പോ താഴെ അപ്പനില്ലെങ്കിൽ എനിക്ക് ധൈര്യം വരില്ല. എന്തിനാ അക്കാ വിഷമിക്കുന്നത്? ഇത്തിരി പോന്ന കാലം തൊട്ടേ സർക്കസ് സാധനങ്ങൾ സൈക്കിളിന് പുറകിൽ വെച്ച് വാസോണന്റെ കൂടെ പോണതാ ഇയാക്ക കണ്ടിരിക്കണത്. എന്നിട്ടിപ്പോ വർഷങ്ങളോളം, അതും കുട്ടിക്കാലം മുതൽ ചെയ്ത് ശീലിച്ചൊരു തൊഴില് ഒരു ദിവസം നിർത്തുമ്പോൾ കയ്യോ കാലോ പറഞ്ഞു പോകുന്ന വേദനയാന്ന് ഇന്ന് ഞാനും പഠിച്ചു വെക്കാം. പക്ഷേ നമ്മൾ എന്തിനേയും മറികടക്കേണ്ടവരല്ലേ മോളെ? ചെയ്യുന്ന ഓരോ തൊഴിലും ദൈവമാണ്. നമ്മളത് കാപട്യമില്ലാതെ ചെയ്താൽ മതി. എല്ലാവരും പറയാറുണ്ട് തൊഴിലായ്മ ഈ നാടിൻ്റെ ശാപാന്ന്. പക്ഷേ ഞാൻ പറയും അത് തെറ്റാണെന്ന്. തൊഴിൽ ചെയ്യാൻ അറിയാത്തവരും അത് ചെയ്യാൻ മടിയുള്ളവരുമാണ് ഈ നാടിൻ്റെ ശാപം. ഇന്നത്തെ ലോകത്ത് ആർക്കും വേണമെന്ന് വെച്ചാൽ തൊഴിൽ കണ്ടെത്താൻ കഴിയും. പക്ഷേ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ മാത്രമാണ്. നമുക്ക് എഴുത്തും വായന അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ജോലി നമ്മൾ കണ്ടെത്തണം. ഞാനത് ചെയ്യുന്നു. ഞങ്ങൾ സർക്കസ് നിർത്തി. ഇന്നു മുതൽ വേലയ്ക്ക് പോവുക. അക്ക, സാരമില്ല മോളെ, ജീവിതമല്ലേ. നമ്മൾ നാടോടികൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. എന്താടാ ഇത്? നീ എങ്ങോട്ടാ? ഞാൻ പോവാണ്. പോവേ? ഇനി ഞാനിവിടെ നിന്ന
നിങ്ങൾക്കെല്ലാം ഒരു ഭാരം മാറുകയേ ഉള്ളൂ. എന്താ കുട്ടി നിനക്ക് ഇങ്ങനെ തോന്നാൻ? ഞങ്ങളൊക്കെ വിട്ടുപോവാൻ പോകാതിരിക്കാൻ പറ്റില്ല തത്തമ്മ. 5 വയസ്സ് മുതൽ ഈ പെട്ടി തൂക്കി വാസോണ്ടന്റെ പുറകെ നടന്നവരല്ല ഞാൻ. വാസോണ്ടൻ പോയി, ഇനി ഞാനിവിടെ എന്നിട്ട് എന്താ കാര്യം? നിനക്ക് ഞങ്ങളെപ്പോലെ എന്തെങ്കിലും വേല ചെയ്ത് ജീവിച്ചൂടെ? കോമാളി വേഷം കെട്ടാനല്ലാതെ മറ്റെന്ത് ജോലിയാ ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് മറ്റേതെങ്കിലും സർക്കസ് കമ്പനി ചാൻസ് കിട്ടുമോ നോക്കട്ടെ. അണ്ണനെ ഞങ്ങൾ നോക്കിക്കോളാം എന്നും. വേല ചെയ്ത് കിട്ടുന്നോണ്ട് തിന്നാവുന്ന വാസുണ്ട് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അപ്പു ഗുണ്ടുവണ്ണ, ഇനി നമ്മൾ തമ്മിൽ കാണില്ലേ? വരും ഞാൻ. എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കാണാൻ. ഈ ലോകത്ത് നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? മോനെ